ഹലോ ഡിയേഴ്സ്, നമ്മളിന്നൊരു ഫ്രീ ഹാൻഡ് ഫ്ലവർ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ബെഡ്ഷീറ്റിൽ, സാരിയിൽ, പില്ലോ കവറിലെല്ലാം ചെയ്യാൻ പറ്റുന്ന വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു ഫ്ലവർ. ഡൈ മെത്തേഡിലൂടെ നമ്മളിവിടെ ലീഫ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിനു വേണ്ടി ഞാനൊരു ഹിബിസ്കസിൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട്. ഒരു 3D എഫക്റ്റിന് വേണ്ടി ഗ്രീൻ കളറും യെല്ലോ കളറും ചേർത്താണ് ലീഫിന് കൊടുക്കുന്നത്. ലീഫിൻ്റെ എഡ്ജുകളിലെല്ലാം നന്നായി പെയിൻറ് അപ്ലൈ ചെയ്യണം. ഒന്ന് ഗ്ലൗസ് ഇട്ടേക്കട്ടെ കയ്യിൽ. നന്നായി സൈഡെല്ലാം നന്നായി പ്രസ് ചെയ്ത് ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ പ്രസ് ചെയ്ത് നമുക്ക് ലീഫ് റെഡിയാക്കി എടുക്കാം. ഇനി വേറെ സൈസിലുള്ള ഒരു ലീഫാണ് ഇവിടെ കൊടുക്കുന്നത്. ഇങ്ങനെ 3 ലീഫുകളാണ് ഈ പെയിൻറ്റിങ്ങിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി റെഡ് ആൻഡ് ബ്ലൂ മിക്സ് ചെയ്ത് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ഉണ്ടാക്കിയതിന് ശേഷം ഇത് ലീഫിൻ്റെ ഈ ബോർഡറിൽ നമ്മളിങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 3D എഫക്റ്റിന് വേണ്ടി ലീഫിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അങ്ങനെ ലീഫിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഫ്ലവർ വരയ്ക്കാം. ഫ്ലവറിന് വേണ്ടി ഞാൻ റെഡും വൈറ്റും മിക്സ് ചെയ്ത് ഒരു പിങ്ക് കളർ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ലോങ് ബ്രസിൽസ് ഉള്ള റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ബ്രഷ് പിങ്ക് കളറിൽ നന്നായി ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു സൈഡ് മാത്രം വൈറ്റിൽ ഡിപ്പ് ചെയ്ത് എടുക്കണം. നമുക്ക് ഫ്ലവർ വേണ്ട ഭാഗത്ത് ഇതുപോലെ ബ്രഷ് വെച്ച് ഒന്ന് മുൻപോട്ട് ചായ്ച്ച് പുറകോട്ട് വലിക്കണം. അപ്പോൾ പെറ്റലിൻ്റെ എഫക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 3 പെറ്റലുകൾ ഇതേ രീതിയിൽ നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഫ്ലവറിൻ്റെ മധ്യഭാഗത്ത് വരുന്ന യെല്ലോ കളർ നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ്. ഇങ്ങനെ മുകളിലേക്ക് പെറ്റലിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ബ്രഷ് ചലിപ്പിച്ച് യെല്ലോ കളർ അപ്ലൈ ചെയ്യുക. നമ്മൾ താഴെയുള്ള 2 പെറ്റലുകൾ കൂടി വരച്ച് ഈ ഫ്ലവറിൻ്റെ ചിത്രം കംപ്ലീറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഡാർക്ക് റെഡ് എടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് കറക്റ്റായിട്ട് വന്നില്ലെങ്കിലും സാരമില്ല, നമുക്കതൊന്ന് ടച്ച് ചെയ്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഫ്ലവറിൻ്റെ മധ്യഭാഗത്ത് വരുന്ന ഈ യെല്ലോ കളറിൻ്റെ സ്ഥാനത്ത് ഇതുപോലൊരു കർവ് കൃത്യമായിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലവറിൻ്റെ ആ ഒരു 3D എഫക്റ്റ് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ.
ഇനി ഡാർക്ക് ബ്രൗൺ കൊണ്ട് ടച്ചിങ് വേണ്ട സ്ഥലത്ത് വേണമെങ്കിൽ ഒന്ന് പെറ്റൽസിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതേ പ്രോസസ്സിലൂടെ ബാക്കി ഫ്ലവേഴ്സും ചെയ്തെടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ രീതി. ഇനി നമ്മളിവിടെ ബഡ്സ് കൊടുക്കുകയാണ്. അത് രണ്ട് കളറിൽ മുക്കിയതിന് ശേഷം ഫ്ലവറിൻ്റെ കളറിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഡിസൈൻ സാരിയിലോ പില്ലോ കവറിലോ ബെഡ്ഷീറ്റിലോ എല്ലാം വളരെ വേഗം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ചിത്രം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. See you next time. Until then, bye from Sri Sri Arts.